നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ കാണാൻ ഇരിക്കടാ, ഇത് കുറച്ച് സമയം എടുക്കും. വേണ്ട, നിന്നോളാം. വെള്ളം തൊടാതെ ചതച്ച് നീര് മാത്രം എടുക്കണം. മേമ്പൊടിയായിട്ട് തേൻ ചേർത്തിട്ട് വേണം ബാക്കി മരുന്നുകൾ ചേർക്കാൻ. ബ്രഹ്മിയും ഗന്ധമാതരവും സമാസമ്മം ചേർക്കണം. ആസവും രസായനവും ആവരുത്. അരിഷ്ടമായിട്ട് വേണം സേവിക്കാൻ. ശരി, നോക്കട്ടെ. ഇത് മതി. ഇന്ന് ഇതുവരെ ആഹാരം കൊടുത്തിട്ടില്ലല്ലോ. പതിവ് മരുന്ന് കൊടുത്തു, പിന്നെ നെല്ലിക്ക നീരും കൊടുത്തു. വെറും വയറ്റിൽ വേണം ഇത് കൊടുക്കാൻ. സാരമില്ല, മരുന്നും നെല്ലിക്ക നീരും മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അതെടുത്തോളൂ. പൗർണമി അവസാനിക്കും മുമ്പ് കൊടുത്താൽ നല്ല ഫലം കിട്ടും. ഇനി എന്റെ 4-5 നാഴിക കൊണ്ടുവന്നോളൂ. ഉറക്കമാണോ ആള്? വിശക്കുന്നു പറഞ്ഞ നല്ല ബഹളമായിരുന്നു. ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്. ഭാഗ്യത്തിന് വലിയ ചവർപ്പില്ല. ഒരു തുള്ളി പോലും താഴെ പോകാതെ ഉള്ളി ചെല്ലണം. അത്രയ്ക്ക് അപൂർവമായ ചിത്തൌഷധ. നഷ്ടപ്പെട്ട പിന്നെ മനോരഞ്ജിത പൂ കിട്ടാൻ അടുത്ത പൗർണമി വരെ കാത്തിരിക്കേണ്ടി വരും. വിളിച്ചോളൂ. കുട്ടാ കുട്ടാ കുട്ടാ. ഹായ് സായമ്പ. നിന്റെ ഏഞ്ചൽ കൊണ്ടുവന്ന മനോരഞ്ജിത പൂവിന്റെ നീര. ഇത് കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ കുട്ടന് ഒരു അസുഖം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഏഞ്ചലിനോട് പാർക്കിൽ പോയാലോ? കണ്ണ് കെട്ടി കളിക്കാം, മിക്കി മൗസ് കളിക്കാം. ഒരു തുള്ളി പോലും കളയാതെ മുഴുവൻ കുടിക്കണം. കളഞ്ഞ അയ്യോ, കളയരുത്. ഒരു തുള്ളി പോലും താഴെ പോവരുത്. കുട്ടന്റെ മാലാക കൊടുങ്കാട്ടെ പോയി തപസ് ചെയ്ത് കിട്ടിയ അപൂർവ അമൃത ഇത്. അപ്പൊ കളയരുതല്ലേ ഒരു തുള്ളി പോലും. മിടുക്കൻ. താങ്ക് യു. ഇനി കുറച്ചു നേരം കണ്ണടച്ച് കിടന്നോളൂ. കണ്ണു തുറക്കുമ്പോ മാലാക മുമ്പിൽ വന്ന് നിൽക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. 1 2 cha 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 1 2 चालस्य आगस्त्य आगस्त्य मन्द्रस्य मलगे वा एंजले वा मलगे वा एंजले वा मलगे वा. ഇതം സപ്തസതീർത്ഥ്യാനം സർവരക്ഷാകരം തൃണാം പാതുകായുഗളം സിദ്ധേ മന്ത്രസിദ്ധികരം നൃണാം സിദ്ധ്യാ ഉദ്യോഗിനി രക്ഷ ഉമാമൂർത്തിനി വന്ദേ പരമം സ്ഥാനം യസുരൈരതി ദുർലഭം പ്രാജ്ഞോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദത. അവരെ അങ്ങ് നിനക്കെതിരെ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. നീ എന്ത് ചെയ്യുന്നു? എനിക്കൊന്ന് കാണണം. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്.
എടാ എന്റെ കയ്യിലടാ നിന്റെ കഴുത്ത് ഞെരിയുന്നത്. എന്നിട്ട് പിന്നെ എങ്ങനെടാ നിനക്ക് ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നത്? എടാ എനിക്കൊന്നുമില്ല. വന്നല്ലോ വനമാല. നിന്റെ ഫോൺ ഇങ്ങടുത്തെ. ഫോൺ എടുക്കടി. എടുക്കടി ഫോൺ. ഫോൺ എടുക്കാൻ പറയടാ. ക്യാച്ച്. എല്ലാരും എത്തിയപ്പോ ഇനി ആരൊക്കെ വരാനുണ്ട്? എന്താ വിശ്വാസമാവണില്ലേ? ഞാൻ സത്യ പറയണേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുക. സിദ്ധു നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ജാനകി അമ്മേ, സ്വാമിയച്ഛനാ വിളിച്ചത്. സിദ്ധുമോന്റെ അസുഖമൊക്കെ ഭേദമായിന്ന്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. അതെ, എത്രയും പെട്ടെന്ന് എനിക്ക് സിദ്ധുവിനെ കാണണം മോനെ. ഹലോ മഹാദേവൻ, അയാൾ ആകെ എക്സൈറ്റഡ് ആണ്. സ്വാമിയച്ഛ, ഞങ്ങൾ ഉടനെ അവിടെ എത്താം. ആ, സ്വാമിയച്ഛനോട് ഇപ്പോ എനിക്കൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. അവനെ കാണാൻ ഞങ്ങൾക്ക് തിടുക്കമായി. ആ ശരി ശരി ആയിക്കോട്ടെ. ശരി ശരി. എടാ, നമ്മുടെ സിദ്ധുവിന്റെ എല്ലാ അസുഖവും മാറിയത്. അവൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്ന്. ഏട്ടാ, നമ്മള് പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മളെ കൈവിട്ടില്ല. ഏട്ടാ, നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്ക്. അപ്പോഴേക്കും ഞങ്ങള് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കാം അല്ലേ? ശരി, ഇനി സംസാരിച്ചേക്കാൻ സമയമില്ല. ആ പെട്ടെന്ന് പോവാം. ആ ശരി ശരി. വാ. വാ മോനെ. കൊഴഞ്ഞല്ലോ മായേ. അവൻ നോർമലായാൽ അതിന്റെ ഒരു അപകടം അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അന്നത്തെ സംഭവങ്ങളൊക്കെ അവൻ ഓർത്തെടുത്താൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഹരിയേട്ട എനിക്കൊട്ടും വിശ്വാസം വരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നോർമൽ ആവോ? ആയാൽ എല്ലാം കുഴഞ്ഞു മറിയില്ലേ? നമ്മളെ കണ്ടാല്, പ്രത്യേകിച്ച് എന്നെ കണ്ട അവൻ ചിലപ്പോ വയലന്റ് ആകും. എന്താ ഒരു മാർഗം? അവനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുവോ? അല്ലാതെ പിന്നെ കാട്ടി കൊണ്ട് കളയുവോ? എന്താ ഹരിയേട്ട ഒരു വഴി? എനിക്കാകെ പേടിയാവുന്നു. ആ ഒടങ്കൊല്ലി വൈദ്യന്റെ ഒറ്റമൂലിയൊക്കെ വെറുതെ ആയല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? മുങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.